ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ധാരാളം അത്ഭുതങ്ങളുണ്ട്. പ്രകൃതിപരമായതുമുണ്ട്, അല്ലാതെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അത്ഭുതങ്ങളുണ്ട്. ഇന്ന് പ്രകൃതിപരമായ ഒരു അത്ഭുതത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്, അതും ഗണിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്ന്. ഇത് സംഖ്യകളുടെ വിന്യാസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഡാറ്റ സെറ്റ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ ഡിസ്ട്രിക്റ്റിലെയും പോപ്പുലേഷൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം, അല്ലെങ്കിൽ എന്ത് തരം ഡാറ്റ, എന്ത് റാൻഡം സെറ്റ് ഓഫ് ഡാറ്റയും, ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലെ ഫ്രണ്ട്സിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ നദികളുടെ എണ്ണം, കേരളത്തിലെ നദികളുടെ നീളം, അല്ലെങ്കിൽ എന്ത് സെറ്റ് ഓഫ് ഡാറ്റ എടുത്താലും ആ ഡാറ്റയിൽ ഉള്ള ആദ്യത്തെ അക്കം, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ കാര്യം എടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്, അത് നിങ്ങൾ ഓരോ ഫോളോവേഴ്സിനും ഉള്ള ഫോളോവേഴ്സിൻ്റെ എണ്ണം നിങ്ങളൊരു ചാർട്ടായിട്ട് എഴുതുകയാണെങ്കിൽ അതിലുള്ള ആദ്യത്തെ അക്കം, ഇപ്പോൾ 1000 ആണെങ്കിൽ 1 ആണ് ആദ്യത്തെ അക്കം, ഇപ്പോൾ 2200 ആണെങ്കിൽ 2 ആണ് ആദ്യത്തെ അക്കം. അങ്ങനെ ഓരോ ആ ഡാറ്റയിൽ മൊത്തമുള്ള സംഖ്യയിൽ ആദ്യത്തെ അക്കം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ അക്കത്തിൽ ഒരു പ്രത്യേകത, ആ അക്കത്തിൻ്റെ പെർസെൻറ്റേജിൽ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ ബെൻഫോർഡ് ലോ എന്ന് പറയുന്നത്. ആ ബെൻഫോർഡ് ലോയെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മൾ ആലോചിക്കും, വളരെ റാൻഡം ആയിട്ടുള്ള ഡാറ്റയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഓരോ ജില്ലയിലെയും പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ ജില്ലയിലെയും പോപ്പുലേഷൻ്റെ എണ്ണം, അത് വളരെ റാൻഡം ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, അതൊരിക്കലും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നമ്പറല്ല. ഓരോ ജില്ലയിലും വ്യത്യസ്തമായിരിക്കാം. ഓരോ ജില്ലയിലെയും ജനസംഖ്യ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു സംഭവമല്ല, വളരെ റാൻഡം ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ആ ഒരു നമ്പറിൽ പോലും ഈ ഒരു ബെൻഫോർഡ് ലോ ആപ്ലിക്കബിൾ ആവുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ഡാറ്റ സെറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഡാറ്റ സെറ്റിൽ എല്ലാ സംഖ്യയുടെയും ആദ്യത്തെ അക്കം അത് 1 ആവാനുള്ള ചാൻസ് 30% ഉണ്ട്. അത് 2 ആവാനുള്ള ചാൻസ് 17.6% ആണ്. ആ സംഖ്യയിൽ ആ ഒരു ഡാറ്റ സെറ്റിൽ ആദ്യത്തെ അക്കം 3 ആവാനുള്ള ചാൻസ് 12.5%. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു പെർസെൻറ്റേജ് വൈസ് ആണ് ഓരോ ആ ഒരു ഡാറ്റ സെറ്റിലെ ആദ്യത്തെ അക്കത്തിൻ്റെ വിന്യാസം നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ഒരു പെർസെൻറ്റേജ് വൈസ് ആയിരിക്കും. നമ്മൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏത് ഡാറ്റ എടുത്താലും, ഞാൻ ഈ പറഞ്ഞ ഡാറ്റ എന്ത് തരം ഡാറ്റയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് സ്പോർട്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു ടീം ഓരോ കൊല്ലവും എടുത്ത, ഓരോ സീസണിലും എടുത്ത റണ്ണിൻ്റെ എണ്ണം, ടോട്ടൽ എണ്ണം, അങ്ങനെ എന്ത് തരം ഡാറ്റ നിങ്ങൾ എടുത്താലും അതിൽ ഈ ഒരു പെർസെൻറ്റേജ് വൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ശരിക്കും ഒരു സിമ്പിൾ കാര്യമല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വളരെ റാൻഡം ആയിട്ടൊരു ഡാറ്റ എടുക്കുമ്പോഴും അതിൽ നാച്ചുറലി ഇങ്ങനെ ഒരു സീക്വൻസ്, ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് വൈസ് ഡിഫറൻസ് ഫോം ചെയ്യുകയാണ്. ആ ഒരു പ്രത്യേകതയാണ് ഈ ബെൻഫോർഡ് ലോ എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവാം. ശരിക്കും ഈ ലോയുടെ പേര് ബെൻഫോർഡ് ലോ എന്നാണെങ്കിലും ഇത് ആദ്യമായി കണ്ടുപിടിച്ച ആള് ബെൻഫോർഡ് ആയിരുന്നില്ല. അദ്ദേഹത്തിനും കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ 1881 സൈമൺ ന്യൂകോം എന്ന് പറയുന്ന ഒരു ആസ്ട്രോണറ്റ് ആണ് ഈ ഒരു പ്രത്യേകത ആദ്യമായി നിരീക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ അൽഗോരിതം ടേബിൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് ആ ബുക്കിലെ ആദ്യത്തെ പേജുകൾ മറ്റ് പേജുകളെക്കാട്ടിലും കൂടുതൽ മുഷിഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ബുക്ക് നമ്മൾ കൂടുതൽ തുറക്കുക, ഒരു പർട്ടിക്കുലർ പേജസ് മാത്രം നമ്മൾ കൂടുതൽ തുറക്കുകയാണെങ്കിൽ ആ പേജുകൾ മറ്റ് പേജുകളെക്കാട്ടിലും കൂടുതൽ മുഷിഞ്ഞിരിക്കും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് മനസ്സിലാവും. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉള്ള പോർഷൻസിൻ്റെ പേജ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം അത് കൂടുതൽ തവണ തുറന്നത് കൊണ്ട് ആ ഒരു പേജ് ഡിഫറൻസ് കാണും. അദ്ദേഹം ഈ കാര്യം ശ്രദ്ധിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ആദ്യത്തെ പേജുകൾ കൂടുതൽ തുറക്കപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആദ്യത്തെ പേജിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തത്. അങ്ങനെ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കൂടുതൽ ഗവേഷണം നടത്തിയാണ് അദ്ദേഹം ഇങ്ങനെയൊരു സിദ്ധാന്തം, ഇങ്ങനെയൊരു സംഭവം നമ്മുടെ എല്ലാ ഡാറ്റാ സെറ്റിലും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അന്ന് അദ്ദേഹം ഈ ഒരു പെർസെൻറ്റേജ് വൈസ് തന്നെയുള്ള റിപ്പോർട്ട്, അല്ലെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് തന്നെ അന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം കുറേ കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് 1938 ഫിസിസ്റ്റ് ആയിട്ടുള്ള ഫ്രാങ്ക് ബെൻഫോർഡ് ആണ് പിന്നീട് ഇതേ സംഭവം തിരിച്ചറിഞ്ഞത്. ആ സൈമൺ ന്യൂകോമിൻ്റെ കാലത്ത് ഈ സംഭവം പബ്ലിഷ് ചെയ്തിരുന്നെങ്കിലും അത് അത്രത്തോളം സ്വീകാര്യത നേടിയിരുന്നില്ല. അപ്പോൾ അതിനുശേഷം 1938 ഈ സൈമൺ ന്യൂകോംബാണ് പിന്നീട് ഈ സിദ്ധാന്തം കൂടുതൽ പ്രസിദ്ധപ്പെടുത്തിയത്. അദ്ദേഹം 20,000-ഓളം ഡാറ്റാ സെറ്റുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ ആ യൂണിവേഴ്സാലിറ്റി, അതായത് 20,000-ഓളം ഡാറ്റാ സെറ്റിലും ഈ ഒരു
ഈ ഒരു ലോ ഫോളോ ചെയ്യപ്പെട്ടു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഈ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സിദ്ധാന്തം കൂടുതൽ പ്രസിദ്ധമായി. അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു ലോയ്ക്ക് ബെൻഫോർഡ് ലോ എന്ന പേര് വരാൻ കാരണം. ഈ ഒരു നിയമം ശരിക്കും ഒരു നോർമൽ മാത്തമാറ്റിക്കൽ, അതായത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചതുപോലുള്ള പലതരം നമുക്കറിയാം ധാരാളം നിയമങ്ങൾ മാത്തമാറ്റിക്സിലുണ്ട്, ധാരാളം നിയമങ്ങൾ ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു നിയമം കുറച്ചൊരു വ്യത്യസ്തമാണ്. അതായത് നമുക്ക് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് തിരിച്ചറിയാൻ വേണ്ടി ഈ ഒരു ലോ ഉപയോഗിക്കാമെന്നാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമുക്കറിയാം ഈ ഒരു സംഭവം നാച്ചുറൽ ആയിട്ട് ഒരു ഡാറ്റ സെറ്റിൽ ഫോം ചെയ്യപ്പെടുന്ന ഒരു ഫോർമുലയാണ്, ഒരു ലോ ആണ്. അതായത് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്ത് ഡാറ്റ സെറ്റിലും ഈ ഒരു നിയമം പാലിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഒരു നിയമം പാലിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ സെറ്റ് നാച്ചുറൽ അല്ല എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അതായത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡാറ്റ സെറ്റിൽ ബെൻഫോർഡ് ലോ ഒരിക്കലും ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഡാറ്റ സെറ്റ് കണ്ടുപിടിക്കാൻ ബെൻഫോർഡ് ലോയെ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ US കോർട്ടിൽ പോലും, അതായത് US കോടതികളിൽ പോലും ഈ ഒരു നിയമം കൊണ്ട് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കൽ അക്സെപ്റ്റബിൾ ആണ്. അതായത് ആ കോടതികൾ പോലും ഈ ഒരു നിയമത്തിന്റെ സാധുതയെ അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ വാലിഡിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ബെൻഫോർഡ് ലോയുടെ ഒരു പവർ എന്ന് പറയുന്നത്. അത് ധാരാളം കേസുകൾ ഇതുപോലെ ബെൻഫോർഡ് ലോ ഉപയോഗിച്ച് ഇതിൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ നിയമം പ്രസക്തമാകുന്നത്. അങ്ങനെ 1881 ഒരു ആസ്ട്രോണമർ അൽഗോരിതം ടേബിൾസിലെ മുഷിഞ്ഞ പേജുകളിൽ നിന്നും അല്ലെങ്കിൽ ആ മുഷിഞ്ഞ പേജുകളുടെ പ്രത്യേകതകളിൽ നിന്നും അന്വേഷിച്ച് ഗവേഷണം നടത്തി തുടങ്ങിയ ആ ഒരു സിദ്ധാന്തം ഇന്ന് പല കോടതികളും, അതായത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പോലും അതിൽ ആ ഒരു ഡാറ്റയിൽ എന്തെങ്കിലും മിസ്മാച്ച്, ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സിദ്ധാന്തം വളർന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഇനിയും ഇത്തരത്തിലുള്ള എത്രത്തോളം അത്ഭുതങ്ങൾ നാം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഓരോരോ അത്ഭുതങ്ങളും ഇനിയും ഒളിഞ്ഞു കിടക്കുകയാണ്. അതിന് ഭാവിയിൽ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കും എന്ന് നമുക്ക് വിചാരിക്കാം.